1971 റോജർ കാരോലിൻ പെറോൺ ദമ്പതികൾ തങ്ങളുടെ മക്കളായ ആൻഡ്രിയ, നാൻസി, ക്രിസ്റ്റീൻ, സിൻഡി പിന്നെ ഏപ്പിൾ എന്നിവരോടൊപ്പം ഒരു പഴയ ഫാം ഹൗസിലേക്ക് താമസം മാറ്റുന്നു. വളർത്തുനായായ സാഡി വീട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവാത്തതും പെൺകുട്ടികളിൽ ഒരാൾ വീട്ടിൽ ഒരു നിലവറ കണ്ടെത്തിയതുമൊഴിച്ചാൽ വീടുമാറ്റം സുഗമമായി നടന്നു. ആദ്യ രാത്രികളിൽ ചില അസാധാരണ സംഭവങ്ങൾ നടന്നു. വളർത്തുനായ മുറ്റത്ത് ചത്തുകിടക്കുന്നത് കാണപ്പെട്ടു. വീട്ടിലെ എല്ലാ ക്ലോക്കുകളും പുലർച്ചെ കൃത്യം 3:07 പ്രവർത്തനത്തിലേക്ക്. ഒരു രാത്രി ക്രിസ്റ്റീൻ ഒരു ആത്മാവിനെ കാണാനിടയാവുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു. കാരോലിൻ തുണികൾ അടുക്കി വയ്ക്കുന്നതിനിടെ ഹാളിൽ കയ്യടി ശബ്ദം കേൾക്കുകയും നോക്കുമ്പോൾ നിലവറയിലേക്കുള്ള വാതിൽ പയ്യെ തുറക്കുന്നതും കണ്ടു. അന്വേഷിക്കാൻ തീപ്പെട്ടി വെളിച്ചവുമായി നിലവറയിൽ ഇറങ്ങിയ കാരോലിന് മുന്നിൽ ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെടുകയും അവളെ നിലവറയിൽ കുടുക്കിക്കളയുകയും ചെയ്യുന്നു. ഇതേ നിമിഷം ആൻഡ്രിയയെയും സിൻഡിയെയും അലമാരയുടെ മുകളിൽ നിന്ന് ഒരു പ്രേതം ആക്രമിക്കുന്നു. പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൽ വിദഗ്ധരായ എഡ് വാറനെയും ലോറൈൻ വാറനെയും സമീപിക്കാൻ കാരോലിൻ തീരുമാനിക്കുന്നു. പ്രാഥമിക നിരീക്ഷണത്തിൽ പ്രേതബാധയുണ്ടെന്ന് കണ്ടെത്തിയ വാറൻ ദമ്പതികൾ ബാധയൊഴിപ്പിക്കലിന് വേണ്ടിവരുമെന്ന തീരുമാനത്തിലേക്കെത്തുന്നു. എന്നാൽ ഇതിന് അനുമതി ലഭിക്കണമെങ്കിൽ പള്ളി മുൻപാകെ തെളിവ് സമർപ്പിക്കേണ്ടി വരും. വീടിൻ്റെ ചരിത്രം വിശകലനം ചെയ്ത വാറൻ ദമ്പതികൾ ബാത്ഷേബ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ കൈവശമായിരുന്നു ഒരിക്കൽ വീടെന്ന് കണ്ടെത്തി. ദുർമന്ത്രവാദിനിയായി അറിയപ്പെട്ടിരുന്ന അവർ തൻ്റെ കുട്ടിയെ ബലികൊടുത്ത ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒരിക്കൽ 200 ഏക്കറിലധികം ഉണ്ടായിരുന്ന സ്ഥലം പിന്നെ പല കഷ്ണങ്ങളായി വിൽക്കുകയുണ്ടായി. ഇവിടെ നിർമ്മിച്ച വീടുകളിൽ എല്ലാം നിരവധി കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട്. വാറൻ ദമ്പതികൾ ബാധയൊഴിപ്പിക്കൽ നടത്തുന്നതിന് അനുമതി ലഭിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. ഉറക്കത്തിൽ ആൻഡ്രിയയുടെ മുറിയിലേക്ക് കയറുന്ന സിൻഡിയെ കാണാതാവുന്നു. മുറിയിലെ അലമാരയ്ക്കുള്ളിൽ ഒരു രഹസ്യമാർഗം കണ്ടെത്തിയ ലോറൈൻ അതുവഴി പ്രവേശിക്കുമ്പോൾ തറയിൽ വിരിച്ചിരുന്ന പലക തകർന്ന് നിലവറയിൽ പതിക്കുന്നു. അവിടെ വെച്ച് അവരൊരു പ്രേതത്തെ കാണുന്നു. അതേസമയം നാൻസിയെ ഒരു ബാഹ്യശക്തി മുറുക്കി പിടിച്ച് നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്നു. വാറൻ ദമ്പതികൾ തെളിവുകൾ പള്ളി മുൻപാകെ സമർപ്പിക്കാൻ പോകുന്ന സമയം പെറോൺ കുടുംബം ഒരു ഹോട്ടലിൽ അഭയം തേടുന്നു. തിരികെ വരുന്ന സമയത്ത് വാറൻ ദമ്പതികളുടെ മക്കളായ ജൂഡിയെ ബാദ്ഷായെ ആത്മാവ് ആക്രമിക്കുന്നു. തക്ക സമയത്ത് എഡ് വാറൻ എത്തിച്ചേരുന്നതിനാൽ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല. ബാത്ഷേബയുടെ ആത്മാവ് കയറിക്കൂടിയ കാരോലിൻ മകളായ ക്രിസ്റ്റീനെയും ഏപ്രിലിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നു. എഡ്, ലോറൈൻ, റോജർ, 2 അനുയായികൾ, ഒരു പോലീസ് ഓഫീസർ എന്നിവർ വീട്ടിലേക്ക് വേഗം തിരിക്കുന്നു. വീടിൻ്റെ നിലവറയിൽ ക്രിസ്റ്റീനെ വധിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർ എത്തിച്ചേരുകയും തടയുകയും ചെയ്യുന്നു. അനുമതിക്ക് കാത്തു നിൽക്കാതെ ബാധയൊഴിപ്പിക്കൽ ഉടനെ നടത്താൻ എഡ് തീരുമാനിക്കുന്നു. കസേരയിൽ ബന്ധിപ്പിക്കപ്പെട്ട കാരോലിൻ ഇടയ്ക്ക് മോചിതയാവുകയും ഏപ്രിലിനെയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലോറൈൻ അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിൽ വിജയിക്കുകയും അതുവഴി ബാധയൊഴിപ്പിക്കൽ പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യുന്നു.